ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നെന്തായാലും വന്നേക്കണം ഗായ്സ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ തരട്ടെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പം ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D, അതായത് നമ്മുടെ IBD 3D ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് വെബ് സീരീസ് പാർട്ട് 5 ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം ഞാൻ ആകെപ്പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ പെടാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ബാങ്ക് റോബറിയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ബാങ്ക് റോബറിയും കാര്യങ്ങളൊക്കെ ആകെ ഫ്ലോപ്പായി പോയി ഗൈസ്. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ച് പോവായിരുന്നു. പോണ വഴിക്കാണെങ്കിൽ ഒരു വണ്ടി എതിരെ എന്തോ വന്ന് കയറി തന്നെ നമ്മളെ വണ്ടി തിരിച്ച് നേരെ പോലീസുകാരുടെ വണ്ടി കൊണ്ട് ഇടിച്ച്. പോലീസുകാരെ വണ്ടി കൊണ്ട് ഇടിച്ച സമയത്ത് അവന്മാർക്ക് നമ്മളെ ഈസിയായിട്ട് പിടിക്കുമല്ലോ. അവന്മാരാണെങ്കിൽ വെടിവെച്ച് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് സ്പീഡിൽ പോയി. അവന്മാർ വെടിവെച്ച് നമ്മളാകെ ബോധം കെടുത്തി ഇട്ടു. ഓക്കെ, അതുവരെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ. ഓക്കെ, നമ്മുടെ വണ്ടിയും ഗോൾഡൻ ഡയമണ്ട്സും ബാക്കിയുള്ള എല്ലാ വണ്ടികളും പിന്നെ ആ ഒരു GTR പിന്നെ ആ വീടും എല്ലാം അവന്മാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ആകെ സീനായി കിടക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇത്ര നേരം വരെ ഞാൻ ഇവിടെ കട്ടിൽ കിടക്കുകയായിരുന്നു. ഓക്കെ, സെല്ലിലായിരുന്നു. ഓക്കെ, എന്നിട്ട് അവരെൻ്റെ കൂടെ മുകളിൽ പോകാൻ നിൽക്കാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇപ്പം എന്നെ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്താണ് കാര്യമൊന്നും തന്നെ എന്തായാലും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോലീസുകാരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ, എനിക്ക് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഹലോ സാറേ, എന്താണ് എന്നെ വിളിച്ച? എന്താണെന്ന് എനിക്ക് എതിരായിട്ട് അറിഞ്ഞൂടെ? ഡോ, താൻ ആ പോലീസുകാരോടെ പോ. എന്തിന് ഡോ? പോകാനാണ് തന്നോടെ പറഞ്ഞ, അല്ലാതെ തന്നോടെ ഞങ്ങൾ സംസാരിക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. സാറ് കാര്യം പറ, അല്ലാതെ ഞാൻ തന്നെ വല്ല പോലീസുകാരുടെയും പോണേ? ഡോ, തൻ്റെയോടാണ് പറഞ്ഞ മര്യാദയ്ക്ക് പോവാൻ. പോടോ. സാറേ കാര്യം പറ. ശരി, നീ ഇത്രയും ചോദിച്ചോണ്ടേ പറയാം. നിനക്ക് 5 വർഷം വരെ ശിക്ഷ കിട്ടിയേക്കാണ്. അതുകൊണ്ട് തന്നെ നിന്നെ പോലീസുകാരെല്ലാവരും കൂടെ ചേർത്ത് പ്രിസണിൽ കൊണ്ടുപോകാൻ പോവാണ്. പ്രിസണില്? ഇതെന്തോട്? ഞാൻ മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ അന്ന് ആ വണ്ടി അടിച്ചു മാറ്റിയിട്ട് ബാങ്ക് റോബറി നടത്തിയില്ലുള്ളൂ. ഒരു കള്ളനെ ഇതേപോലെ ചെയ്യത്തൊന്നും തന്നെയല്ലേ. എന്നെ ഇപ്പം തന്നെ വെറുതെ ഇടണം. ഞാൻ ഇതേപോലെ ചെയ്യുന്നില്ല. പ്ലീസ് സാറേ, എന്നെ പ്രിസണിൽ കൊണ്ടുപോകല്ലേ. പ്ലീസ് ഞാൻ ജീവിച്ചോട്ടെ. മര്യാദയ്ക്ക് അവരോട് പോകാനാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് ഗായ്സ്, ഇവിടെ ഇപ്പം ആകെ സീനായിട്ടുണ്ട്. ഈ പോലീസുകാരാണെങ്കിൽ ഈ വന്ന പോലീസുകാരോട് പോകാനായിട്ട് പറയാണ്. എൻ്റെ അമ്പോ, ഈ പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടം പോലെ വണ്ടികളാണ്. എൻ്റെ പൊന്നെ, ഇഷ്ടം പോലെ വണ്ടികളാണ്. ഇവിടെ കുറേ വണ്ടികൾ ഞങ്ങളെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് പോലീസിൻ്റെ ഫോർച്യൂണേഴ്സ് ഞങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് പോലീസിൻ്റെ ആണ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിയണം. നമുക്ക് എന്തായാലും പോലീസുകാരോട് സംസാരിച്ചു നോക്കാം. ഓക്കെ, നീ വരാൻ റെഡിയല്ലേ? ഞാൻ റെഡിയാണ് സാറേ. പ്ലീസ് സാറേ, എന്നെ കൊണ്ടുപോകല്ലേ. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറാ. ഇവിടെ ഇപ്പം ആകെ സീനായിട്ടുണ്ട്. സാറേ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോണേ? അപ്പം ആ പോലീസുകാരൻ പറഞ്ഞപ്പോൾ താൻ ചെവിക്കകത്ത് പഞ്ഞി വെച്ചോണ്ടിരുന്നോ? ഡോ, തന്നെ പ്രിസണിലാണ് കൊണ്ടുപോകണം. അയ്യോ സാറേ, പ്ലീസ് സാറേ, ഞാൻ ഇപ്പം ഇറങ്ങി ഓട്. നീ ഇറങ്ങി ഓടിയാലും പിന്നെ എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചാലും ഒരു കുഴപ്പമില്ല. നീ തൊട്ടടുത്ത് 2 ഫോർച്യൂണേഴ്സ് കണ്ട, അത് പോലീസുകാരുടെ സ്പെഷ്യൽ ഫോർച്യൂണേഴ്സാണ്. അതിട്ട് ഈ വണ്ടിയിലിട്ട് ഒരു ഇടി ഇടിച്ചത് നീയും ചാവും, ഞാനും ചാവും. വണ്ടി ഫുള്ള് പൊട്ടിത്തെറിയും. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഈ വണ്ടിയിൽ നിന്ന്. പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അപ്പം തന്നെ ഡെഡായി പോകും.
അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിരും. ജീവൻ വേണമെങ്കിൽ മിണ്ടായിട്ടാ കൊരങ്ങ. സാറേ ഇതെന്ത് കഷ്ടമാണ്. ഛേ ഓക്കെ, ഇവിടെ എന്തായാലും എന്നെ ഇവിടെ ഇപ്പം എന്തായാലും പ്രസണ്ടിലോട്ട് എന്തായാലും കൊണ്ടുപോവേണം. ഓക്കെ. ഛേ എന്ത് കഷ്ടമാണ്. ഈ സാറിനെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞോടത്തോണ്. ഡോ താൻ എന്തോടാ എന്നെക്കുറിച്ച് പറഞ്ഞ? മര്യാദയ്ക്ക് വണ്ടി തരുമോ? ഒന്നുമില്ല സാറേ. സാറേ നമുക്കില്ലേ ഇവനെയും കൊണ്ട് മറ്റേ സ്ഥലത്ത് പോവാം. ഓ അത് ആ സാറ് പറഞ്ഞല്ലോ, അതേ മറന്നേ. എങ്ങോട്ട് സാറേ? അത് നീ അവിടെ എത്തുമ്പം നീ കണ്ടാൽ മതി കേട്ടടാ, മിണ്ടാരി. ഓക്കെ, ഇവരിവിടെ എങ്ങോട്ടോ എന്നെ കൊണ്ടുപോവേണമെന്ന് തോന്നുന്നു. എനിക്കൊരു പിടിയുന്നില്ല. ഞാനാണ് ഇവിടെ ഇപ്പോൾ വണ്ടിയിലിരിക്കുകയാണ്. ഓക്കെ, ഇതെന്താണ് ഡോറൊക്കെ കിടക്കണ്? MVDയുടെ വണ്ടി കിടക്കണ്. ഡോ പതുക്കെ ഇറങ്ങടോ. ഇറങ്ങി ഓടിക്കളയാൻ നോക്കിയാൽ അപ്പം തന്നെ മറ്റേ ഫോർച്യൂണേഴ്സ് വെച്ച് നിന്നെ ഇടിച്ചു കൊല്ലും ഞങ്ങൾ. ആ വണ്ടി നിന്റെ പുറകെ തന്നെ ഉണ്ട്. സാറേ ഞാൻ അങ്ങനെ ഓടയൊന്നുമില്ല. അല്ല ഇതേ സ്ഥലം. ഇറങ്ങടോ വന്ന്. ഗേൾസ് ഇത് നമ്മുടെ GTR അല്ലേ? ആ തൻ്റെ GTR തന്നെ. ഷേ ഇത് ഈ ഗതിയിലാക്കിയ ഡോ താനല്ലേടോ പോലീസുകാരെ വെട്ടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയേ? അപ്പോൾ താനല്ലേ വണ്ടിയെ നശിപ്പിച്ച? സാറേ ഞാനെന്നല്ലേ വണ്ടി നശിപ്പിച്ചത്, നിങ്ങളാണ് എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ വണ്ടിയെ നശിപ്പിച്ച. ഒന്നും മിണ്ടണ്ടോ, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറും നോക്കിയിട്ട്. എൻ്റെ പൊന്ന് ഗായ്സ്, നമ്മുടെ GTR ഇടിച്ച് പൊട്ടി ഒരു പരുവായിട്ടുണ്ട്. അതിൽ നിന്ന് കംപ്ലീറ്റ് പുകയൊക്കെ വരെയാണ്. ഓക്കെ, ഈ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വണ്ടി ഒരു പരുവാക്കി. അല്ല ഒരു സെക്കൻഡ്, നമ്മുടെ വണ്ടി ഇവിടെ അല്ലല്ലോ ഇടിച്ചത്, നമ്മളെ ബോധം കെടുത്തിയത് അങ്ങാണ്. സാറിൻ്റെ കൂടെ ഒന്ന് ചോദിച്ചോക്കട്ടെ. സാറേ എൻ്റെ വണ്ടി ഇടിച്ചതും പിന്നെ എൻ്റെ ബോധം കെടുത്തിയതും എല്ലാം അവിടെയാണ്. അല്ല പക്ഷെ എൻ്റെ GTR എങ്ങനെ ഇവിടെ വന്ന്? നിന്റെ GTRോ? വല്ലവൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് എങ്ങനെയാണോ നിന്റെ GTRോ? സാറേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും. ഞാൻ പറയാം. നിന്റെ വണ്ടി അവിടെ കിടന്നല്ലേ, എന്നിട്ട് അവിടെ നിന്ന് വലിയൊരു ക്രെയിനിൽ നിന്റെ വണ്ടി അനക്കാതെ ഞങ്ങൾ അതേ സ്റ്റെപ്പിൽ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് നേരെ ഇവിടെ വന്നിട്ട്. കാരണം വെച്ചാൽ നീ വലിയൊരു കുറ്റം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് തൊടാൻ പാടില്ല. തൊടാൻ മാത്രമല്ല, നീ യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് തൊടാതെ പാടുള്ളൂ. നീ ഇപ്പം ഈ ഒരു ബാങ്ക് റോബറി നടത്തിയ, അല്ലാതെ എന്ത് സാധനം വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം സ്വന്തമായിട്ട് വരാം. അങ്ങനത്തെ ഓർഡറൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. എൻ്റെ വണ്ടിയോ എന്നെ വല്ലതും ചെയ്ത് നിങ്ങളൊക്കെ നോക്കിക്കോ. ഉണ്ടാറാ അന്ന് വണ്ടി കയറാ. സോറി സാറേ, ഇത് കഷ്ടമാണ്. മിക്കവാറും ഈ പോലീസ് സ്റ്റേഷനിൽ പ്രിസണിലൊക്കെ കിടന്നിടന്ന് ഞാൻ നരകിച്ച് ചാവും. ഓക്കെ അവിടെ MVDങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ അപ്പോൾ എന്താണെന്നറിയാമോ, നമ്മുടെ വണ്ടികളൊക്കെ ഇവർ ഇവിടെ കൊണ്ടിട്ട് ചില ഇവർക്കാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയെന്ന് വിചാരിച്ചോ. അതുമാത്രമല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് രക്ഷപ്പെട്ടോ. എന്നെ ഇപ്പോൾ അവർ പിടിച്ചാലും ഞാൻ ഉപയോഗിച്ച ആ സാധനം അവർക്ക് പിടിച്ചുവിടാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് എന്തൊക്കെയോ ടെസ്റ്റും കോപ്പും തേങ്ങയൊക്കെ നടത്തണം, എന്നാലും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഇവരെൻ്റെ വീടിൻ്റെ ലോക്കും താക്കോലും എല്ലാ വണ്ടിയുടെ കീ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഗൺസും എല്ലാ സാധനങ്ങളും ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. പൈസയും വണ്ടി എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ സാറ് എൻ്റെ GTR എനിക്ക് എപ്പോൾ കിട്ടും? നിൻ്റെ GTR അത് വല്ലവൻ്റെ GTR അല്ലേ? സാറേ ഞാൻ ചോദിച്ചതിനെ മറുപടി പറയാം. എൻ്റെ GTR എപ്പോൾ കിട്ടും എനിക്ക്? നിൻ്റെ GTR ഞങ്ങൾ പ്രിസണിൽ കൊണ്ടിടും. ശരി, പക്ഷെ പ്രിസൺ ഇവിടെ അടുത്ത് തന്നെ, നീ കണ്ടോ? ഓക്കെ ഇവരെന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും പ്രിസണൊന്നുമില്ല. ഇവരെന്നെ എങ്ങോട്ട് കൊണ്ടുപോകണേ? ഇവിടെ വേറെ പ്രിസണോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ലോ. എന്നെ പ്രിസണിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഓക്കെ ഇവിടെ കുറേ പോലീസുകാരെ നിൽക്കുകയാണ് ഗായ്സ്. എൻ്റെ ഗായ്സ് നൈസായിട്ട് പണിപ്പാളിയെന്ന് തോന്നണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പോലീസുകാരും എല്ലാവരും കൂടെ എന്നെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നേട്ടാ. എൻ്റെ മുമ്പ് ഇതൊന്നും തോന്നടേ, ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാർ. അയ്യോ സാറേ വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുമോ? ഞാൻ അടുത്തൊന്ന് മാറ്റാം. ഓക്കെ ഇവിടെ ഇപ്പോൾ ഒക്കെ ബ്ലോക്ക് ആയി തോന്നുന്നു. നമുക്കാണെങ്കിൽ ഇറങ്ങി ഓടാം. അയ്യോ എൻ്റെ പൊന്ന് സാറേ വണ്ടിയിൽ നിന്ന് എടുത്ത് മാറ്റ്. അയ്യോ എൻ്റെ കീ ഇല്ല വണ്ടിയുടെ.
ആ ശരി, ഞാൻ എടുത്ത് മാറ്റാം. ഓ, മറ്റവൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ, കുഴപ്പമില്ല. നമ്മുടെ മറ്റേ സാറ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ സാറേ, ആ വണ്ടിയുടെ കീ ഒന്ന് തരുമോ? ദാ സാറേ, പിടിച്ചോ. ഓക്കെ, ഈ വണ്ടിയൊന്നും എടുത്ത് മാറ്റിയിടും കേട്ടോ, അല്ലേ നമുക്ക് പോകാൻ പറ്റില്ല. മറ്റേ CJ എന്ന് പറഞ്ഞാൽ കള്ളയല്ലേ വണ്ടിക്കകത്തിരിക്കണം, അവൻ എങ്ങനെ ഇറങ്ങി ഓടി എൻ്റെ ജോലി പോകും, അതാണ്. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് എടുത്തിടാം. സാറിൻ്റെ വണ്ടി ഒതുക്കെ ഇറങ്ങിയോടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടായിരുന്നോ? സോറി സാറേ. ആ CJക്ക് ഇട്ട് നല്ല 2 അടി കൊടുക്കണം, അവൻ എന്നെ കുറ്റം പറയണം, കള്ളൻ. ഓക്കെ, നമുക്കെന്തായാലും വണ്ടിക്കകത്ത് കയറി വണ്ടിയും കൊണ്ട് നേരെ തിരിച്ച് മുകളിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് അവനെ പിടിച്ച് നമുക്ക് ജയിലിൽ പിടിച്ചിടാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജോലി പോകും. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും വണ്ടിക്കകത്ത് കയറാം. ഓക്കെ സാറേ, പ്ലീസ് സാറേ, ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം, ഞാൻ അടിച്ചു മാറ്റിയാൽ പകുതി പൈസ വേണമെങ്കിലും തരാം. പ്ലീസ് സാറേ, എന്നെ പ്രസിഡന്റിലോട്ട് കയറ്റില്ലേ. ഉണ്ടാറടങ്ങി അവൻ്റെ ഒരു പൈസ. ഞങ്ങളൊക്കെ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണുണ്ട്, നിന്നെപ്പോലെ കളമാരൊന്നുമല്ല. എന്താണ് സാറേ, കുറച്ച് കൈക്കൂലി വാങ്ങിച്ചെന്ന് പറയാൻ ആകാശം ഇടിഞ്ഞ് വീഴുന്നില്ല. ഉണ്ടാറോ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗായ്സ്, ഇവരെന്നെ നേരെ പ്രസിഡന്റിലോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയില്ല എൻ്റെ പൊന്ന് ഗായ്സ്. ഓക്കെ, മിക്കവാറും നമ്മുടെ കാര്യത്തിൽ ഇവിടെ വെച്ച് തീരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫുള്ള് പോലീസ് വണ്ടിയും സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, എൻ്റെ അമ്മോ, ഇത് എന്ത് മണ്ടക്കനെ ഉണ്ടാക്കി വെച്ചേക്കണ. ഇത് പ്രിസണാ അതല്ല സൺറൈസാ? എനിക്കതിന് ഇറങ്ങണോ ഗൈസ്. ഓക്കെ, എന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവാണ്. ഓക്കെ മിണ്ടാട്ടോ. എന്ത് സാറേ, എനിക്കെന്ത് വീഡിയോ എടുത്തൂടെ? താൻ എടുത്തോ. എന്ത് കഷ്ടമാണ്. ഓക്കെ, നമ്മളെ കൊണ്ടുവന്നിങ്ങനെ വണ്ടി എന്ന് വെച്ചാൽ സ്പെഷ്യൽ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള പോലീസിൻ്റെ വണ്ടിയാണ്. ഓക്കെ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും ഇറങ്ങി ഓടാം. പക്ഷെ അതല്ല കുഴപ്പം. ഇതെന്തോണ് പ്രസൺ? പണി തീരാത്ത പ്രസണാ? ഇറങ്ങടോ. ഞാൻ ഇറങ്ങി. നടന്ന് ഏറ്റവും അറ്റത്തൊരു റെഡ് ഇരിക്കുകയല്ല, അവിടെ പോയി നിൽക്കുക. അവിടെ ഒരു കോൺ ഇരിക്കുകയല്ല, അവിടെ പോയി നില്ല നീ. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നൊക്കെ വീണ നമ്മുടെ കാര്യത്തിൽ തീരുമാനം അല്ല. ഇതെന്തോണ് സാധനം? ആരുടെ ഈ പ്രസണം ഉണ്ടാക്കിയ? എനിക്കെന്നെ അറിഞ്ഞൂടാ. കോമഡി അല്ലേ. ഓക്കെ, അവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഇതെന്ത് സംഭവമാണ് എനിക്ക് മനസ്സിലാവാത്ത. സാറിൻ്റെ കൂടെ ചോദിക്കത്ത് അവിടെയുള്ള. ഇഞ്ഞു വാടോ, ഞാൻ അങ്ങോട്ട് വരികയാണ് സാറേ. സാറേ, ഇതെന്താണ് ഇങ്ങനെ കുരിശു പോലെയൊക്കെ ഇരിക്കണേ ഈ സാധനം? അത് കുരിശല്ലടോ, അത് സ്പെഷ്യലായിട്ട് ഞങ്ങൾ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രിസൻ്റെ സെല്ലുകളാണ്. അയ്യേ, ഇതാ സെല്ല്. ഞങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചാടിയായാലും നടന്നാലും ഈസിയായിട്ട് പോകും. അങ്ങനെയൊന്നും പോകാൻ പറ്റൂല. നീ ഇപ്പം അഥവാ ഈ വഴി കൂടെ രാത്രിയോ വൈകിട്ടോ പോയാലും നിനക്ക് പോകാൻ പറ്റൂല. അതെന്ത് സാറേ, ഇവിടെ വേറെ ഗേറ്റോ ഒന്നുമില്ലല്ലോ. കള്ളന്മാർ ഇറങ്ങണ സമയത്ത് അവിടെ ആയിട്ട് വലിയൊരു ഗേറ്റിൻ്റെ ഒരു സൈഡ് പോർഷ ഇരിക്കണണ്ട. കണ്ടു സാറേ, കള്ളന്മാർ പോലത്തെ ആൾക്കാർ ഇറങ്ങണ സമയത്ത് ആ വലിയ ഗേറ്റ് ഒന്ന് അടയും. ആ ഗേറ്റ് ഒന്ന് അടയണ സമയത്ത് അതിൻ്റെ മണ്ടയ്ക്കൊരു ഗണ്ണുണ്ട്. ആ ഗണ്ണിട്ട് നിന്നെ അടിച്ച് ആ സ്പോട്ടിൽ വെച്ചിട്ട് നിന്നെ കൊന്നു കളയും. ചിലപ്പോൾ നിന്നെ കൊല്ലൂല, ചിലപ്പോൾ നിന്നെ ബോധം കെടുത്തിടും. പക്ഷെ എന്നാലും നീ അഥവാ അങ്ങോട്ട് പോയാലും നീ ചാവും, പോയില്ലെങ്കിലും നീ ചാവും. പോയില്ലെങ്കിൽ എങ്ങനെ ചാവും? നിങ്ങൾ എന്നെ കൊല്ലും, കാണണമല്ലോ. ഉണ്ടാറോ ചുമ്മാ അടിയാതെ. അഥവാ നീ അങ്ങോട്ട് പോയാലും നീ ചാവും, അല്ലെങ്കിൽ നീ ചാവും. അല്ലെങ്കിൽ എങ്ങനെ ചാവും, അതാണ് ഞാൻ ചോദിച്ചത്. താൻ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയെന്ന് വിചാരിച്ചോ, അപ്പം ആ ഗേറ്റ് ഒന്ന് അടിക്കും, അപ്പം അലാറവും ഗണ്ണും എല്ലാം അടിക്കും. അഥവാ താൻ ഇവിടെ നിന്ന് ചാടിയ പോലും താൻ ചാവും. എന്നാൽ ഞാൻ അവിടെ നിന്ന് ചാടും. ഈ സംഭവം നല്ല ഹൈറ്റിലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത്രയും ഹൈറ്റിൽ നിന്ന് താൻ ചാടും, എന്തായാലും തൻ്റെ ഒരു കൈ പോലും കാണത്തില്ല. അമ്മാതിരി രീതിയിൽ താൻ തറയിൽ ചെന്ന് ചത്ത് ചിന്നി ചെതറി ഒരു പരിവായി പോകും. അപ്പോൾ പിന്നെ താൻ എങ്ങനെയാണോ രക്ഷപ്പെടും? പറ താൻ പറ. അയ്യോ, അത് ശരിയാണ് സാറേ. എന്നാൽ പോയി അവിടെ ഇരിയടോ. അല്ല, അയ്യോ, തീർന്ന് ഗൈസ്, എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ വിചാരിച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ഈസിയായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ,
പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു ഗണ്ണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ അഥവാ ഇറങ്ങി ഓടാൻ ശ്രമിച്ചാലും എന്നെ അവർ കൊല്ലും. അതാണ് സംഭവം. ഓക്കെ, അയ്യോ എൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ആലോചിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്നെടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ചത്തുപോവും. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. അവിടെ വലിയൊരു ഗേറ്റ് വരും. കള്ളന്മാർക്കാണെങ്കിൽ സ്പെഷ്യലായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഗേറ്റാണ്. കള്ളന്മാരുടെ ആ സംഭവം സെൻസറിൽ പതിയുന്ന സമയത്ത് ആ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. അതിൻ്റെ മണ്ണയ്ക്ക് ഒരു ഗണ്ണും ഉണ്ട്. അതിൻ്റെ ആ സൈഡിൽ മെഷീൻ ഗണ്ണുണ്ട്. വലിയ കള്ളനാണെങ്കിൽ ആ സ്പോട്ട് വെച്ചാൽ നമ്മൾ അടിച്ച് കൊല്ലും. ചെറിയ കള്ളനൊക്കെ ആണെങ്കിൽ പക്ഷേ കൊല്ലത്തില്ല. ഓക്കെ, അടിച്ച് ബോധം കെടുത്തിയിടും. പക്ഷെ നമ്മൾ അത്യാവശ്യം വലിയൊരു കള്ളനാണ്. നമ്മളൊരു GTR അടിച്ച് മാറ്റി. പിന്നെ ഇതിനു മുമ്പേ കുറേ സാധനമൊക്കെ അല്ലാതെ നമ്മൾ ഈ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പേ നമ്മൾ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ ബാങ്ക് റോബറിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോലീസുകാരുടെ കുറേ വണ്ടികൾ അടിച്ചു മാറ്റി, അല്ല വണ്ടികൾ അടിച്ച് പൊട്ടിച്ച് കുറേ പോലീസുകാരെ നമ്മൾ കൊന്ന്, അങ്ങനെ കുറേ കേസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു സെൻസറിന് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ ആ സാധനം അവിടെ തന്നെ അടിച്ച് കൊല്ലും. ഓക്കെ, അഥവാ കൊന്നില്ലെങ്കിലും അപ്പം തന്നെ ഈ പോലീസുകാർ ഇവിടെ നിന്ന് നേരെ എന്നെ തള്ളിയിട്ട് കൊല്ലുന്നാളെ. ഓക്കെ, ഇവിടെ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. ഓക്കെ, വലിയ കുറ്റം ചെയ്യണവർ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലും. ഓക്കെ, നമുക്ക് പക്ഷേ 5 വർഷം വധശിക്ഷയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ കൊല്ലണ ശിക്ഷയും വല്ല ആവുമോ അതാണ് എൻ്റെ പേടി. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബ് സീരീസ് വീഡിയോ. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണ്ടേ? അപ്പം അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ എന്തായാലും വരുന്നതാണ്. അപ്പം ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിലിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പറയണം ഗൈസ്, ഇതിലിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് നല്ല കിടുക്കാച്ച് പൊൾക്കോസ്കി ബംബ്ലോസ്കി വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നാളെ എന്തായാലും ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും വീണ്ടും വരുന്നതാണ്. വെബ് സീരീസുമായിട്ടും അല്ലാതെ വരുന്നതാണ്. ഇന്ന് സത്യത്തിൽ 2 വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഒന്ന് ഇതും പിന്നെ ഒന്ന് വേറൊരു വീഡിയോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് പഠിച്ചാലും ഗുഡ് ബൈ. ടേക്ക് കെയർ. എല്ലാവരും ലൈക്കൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യും. ഓക്കെ, ബൈ ബൈ.